അല്ല, ഞങ്ങൾക്ക് നിങ്ങൾ കോളേജ് ക്യാമ്പസിൽ ഞാൻ പറയാം. ഒന്ന്, സ്മൃതിയോട് നന്ദി പറയാൻ ഈ ചർച്ച ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം SFI എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേരളീയ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിലൂടെ സ്മൃതി ചെയ്തത്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് ആ കൊന്നുകളഞ്ഞത് ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഇദ്ദേഹം SFIയുടെ നേതാവാണെന്ന് എങ്ങനെയാ വിളിക്കാൻ കഴിയുക? ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുന്ന രീതിയും ശൈലിയുമാണ് നമ്മൾ കാണുന്നത്. ഈ ശൈലിയും രീതിയുമുള്ള നേതാക്കന്മാരുള്ള ഒരു സംഘടനയുടെ അണികൾ ആളുകളെ ഇങ്ങനെ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കും മുമ്പേ സ്മൃതി ഫോൺ കട്ടായി പോയി. സാങ്കേതിക പ്രശ്നമായിരുന്നു, പറഞ്ഞോളൂ. ഓക്കെ നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് സ്മൃതി നിങ്ങളുടെ യൂണിറ്റിനൊന്ന് പറഞ്ഞയക്കണം. ഏകാധിപത്യ ക്യാമ്പസുകൾ എന്ന് SFI പറഞ്ഞ് ചെങ്കോട്ട എന്ന് എഴുതി വെക്കപ്പെട്ട ക്യാമ്പസുകളിൽ നിങ്ങൾ ക്യാമറയുമായി ചെന്നാൽ ഞാൻ 100% ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുകയാണ്, ലഹരി കടത്തിന്റെയും ഡ്രഗ്സിന്റെ വ്യാപനത്തിന്റെയും കേന്ദ്രങ്ങളായി ക്യാമ്പസുകൾ, ഇവരുടെ ഏകാധിപത്യ കോട്ടയായുള്ള ക്യാമ്പസുകൾ മാറിയിട്ടുണ്ട്. അത് അതിന്റെ കാരിയേഴ്സും സപ്ലൈയേഴ്സും ആകുന്നത് SFIയുടെ ഈ നേതാക്കന്മാരാണ്. ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു. ഇതേ വയനാട് ജില്ലയിലെ മേപ്പാടി ഗവൺമെന്റ് കോളേജ് ഉദാഹരണമായി ഞങ്ങൾ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ സ്മൃതിയോട് പറയുന്നത്, ഇത് കേവലം ഒരു ക്യാമ്പസിന്റെ പ്രശ്നമല്ല. സ്മൃതി നേരത്തെ പറഞ്ഞ യൂണിറ്റ് പിരിച്ചുവിട് എന്ന് SF പാർക്കിനോട് പറഞ്ഞു. അങ്ങനെ യൂണിറ്റ് പിരിച്ചുവിട്ടാൽ കേരളത്തിലെ SFIക്ക് യൂണിറ്റ് ഇല്ലാത്ത സ്ഥിതി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് കേരളത്തിലെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കൊലയാളി സംഘത്തിന്റെ, കേരളത്തിലെ കില്ലർ സ്ക്വാഡുകളുടെ, ഡ്രഗ് മാഫിയകളുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുള്ള ഈ സംഘടനയുടെ, എന്തിനേറെ ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ ലഹരി പദാർത്ഥങ്ങൾ ക്യാമ്പസിനകത്തേക്ക് എത്തിക്കാൻ പുറത്തുള്ള നേതാക്കന്മാർ അത് അതിന്റെ വിപണനം നടത്താൻ വേണ്ടി ക്യാമ്പസുകളെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംഘടനയെ, ആ സംഘടനയെ കേരളത്തിലെ വിദ്യാർത്ഥികളും കേരളത്തിലെ സമൂഹങ്ങളും കേരളത്തിലെ രക്ഷിതാക്കളും അതിന് മാറ്റി നിർത്താൻ തയ്യാറാകണം. അത് ക്യാമ്പസുകളിൽ ഇല്ലാത്ത വിധം മറ്റു സംഘടനകൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുമ്പോഴും അവരെ മർദ്ദിച്ചും അവശനാക്കിയും ഞങ്ങൾ കോട്ട കെട്ടുകയും ആ കോട്ടകളിൽ ഇത്തരം അധംപതിച്ച പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയെ നിരോധിക്കുകയോ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്, നേരത്തെ ഒരു വീഡിയോയുടെ കാര്യം അസോബാരൊക്കെ പറഞ്ഞു. എന്റെ സംഘടനയുടെ പേരിലാണ് ആ വീഡിയോയുടെ പ്രതിനിധി വന്നത്. ഞങ്ങളത് അന്വേഷിച്ചതാണ്. സംഘടന ഒരു ബന്ധമില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, സംഘടന ഒരു ബന്ധമില്ലെന്ന് ഞാൻ ആധികാരികമായി ഞങ്ങൾ പറഞ്ഞു. മറ്റൊരു കാര്യത്തിൽ ഇവിടെ അവരെന്താ പറഞ്ഞത്? ഈ 3 ദിവസം അവരെ പട്ടിണിക്കിട്ടിട്ടില്ല. ഞങ്ങൾ ഈ പറയുന്ന കുട്ടികൾ പറയുന്ന നുണ വിശ്വസിക്കണോ, കേരളത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശ്വസിക്കണോ? അവര് പറയാൻ അത്രയൊന്നും മർദ്ദിച്ചിട്ടില്ല. SFI നടത്തിയ ഈ നാടകത്തിൽ പറയുന്ന കുട്ടികളുടെ ഈ കളവ് വിശ്വസിക്കണോ, അതോ ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിക്രൂരമായി പരിക്കേൽപ്പിച്ചു എന്നതിനെ കുറിച്ച് വിശ്വസിക്കണോ? അവര് പറയാൻ ഒരു സ്ഥലത്ത് വെച്ചാണ് മർദ്ദിച്ചത്, വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ വെച്ച് മാത്രമേ മർദ്ദിച്ചിട്ടുള്ളൂ എന്ന് ആ കുട്ടികൾ ചാനലോട് ഒന്ന് പറയാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി പറയാണ് ഗതികേട് കൊണ്ട് 4 സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരെയാ വിശ്വസിക്കേണ്ടത്? SFI കെട്ടിയിറക്കിയ 4 വിദ്യാർത്ഥികൾ അവര് പറയുന്ന കളവിനെയാണോ, രാജ്യത്തെ ആധികാരികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയും അവിടുത്തെ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുകളെയാണോ ഞങ്ങൾ സമൂഹം അതിനെ ഏറ്റെടുക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് SM പാർക്കിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഴപ്പം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ MV ഗോവിന്ദ മാഷ് നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകരെ വെച്ചിരുന്നു. കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു അക്രമ സംഭവം ഉണ്ടായപ്പോ ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോ MV ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞങ്ങൾ SFI പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ആ അധ്യാപകനെ വെക്കുമ്പോ MV ഗോവിന്ദ മാഷ് ഒന്നുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അന്ന് തല്ലാൻ പഠിപ്പിച്ച അധ്യാപകൻ ഇന്ന് കൊല്ലാൻ പഠിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആ മാറ്റമാണ് SM പാർക്കിന്റെ ശരീരഭാഷയിലും ഈ പ്രതികരണത്തിലൊക്കെ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.